പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെയും വില വർദ്ധിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെ വർദ്ധിപ്പിച്ചേക്കും. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വില സിലിണ്ടറിന് 40 രൂപ മുതൽ 50 വരെ ഉയർത്തിയേക്കുമെന്നും സൂചനകളുണ്ട്. വില വർദ്ധിപ്പിക്കാൻ എണ്ണ കമ്പനികൾ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് കമ്പനികളുടെ നിലപാട്. പെട്രോൾ ലിറ്ററിന് 20 രൂപ വരെ നഷ്ടത്തിലാണ് വിൽക്കുന്നതെന്നും കമ്പനികൾ പറയുന്നുണ്ട്. സ്ഥിതി തുടർന്നാൽ ഡീസലിന്റെ നഷ്ടം ലിറ്ററിന് 100 രൂപയാകുമെന്നും കമ്പനികൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ ആവശ്യത്തോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ വില വർദ്ധിപ്പിക്കാൻ കേന്ദ്രം ഉടൻ അനുമതി നൽകുമെന്നാണ് സൂചന. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില 900 രൂപയോളം ഇന്നലെ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇന്നലെ പാചകവാതക വിലയുടെ വർധനവുണ്ടായിട്ടുണ്ടായിരുന്നു. 993 രൂപയായിരുന്നു ഇത്തരത്തിൽ പാചകവാതക വില വർദ്ധിപ്പിച്ചിരുന്നത്. വലിയ രീതിയിലുള്ള വില വർധനവിനെതിരെ ഇപ്പോൾ ഹോട്ടൽ ഉടമകളൊക്കെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മെയ് 6-ന് ഇപ്പോഴിതാ രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വിലയും വർദ്ധിപ്പിക്കുമെന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെ വർദ്ധിപ്പിക്കുമെന്ന വിവരമാണ് ലഭിക്കുന്നത്. ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന് 40 രൂപ മുതൽ 50 വരെ ഉയർത്തിയേക്കുമെന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും വില വർദ്ധിപ്പിക്കാൻ എണ്ണ കമ്പനികളുടെ ഭാഗത്തുനിന്നും വലിയ രീതിയിലൊരു സമ്മർദ്ദമാണ് ഉണ്ടായിട്ടുള്ളത്. വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് കമ്പനികളും. പെട്രോൾ ലിറ്ററിന് 20 രൂപ വരെ നഷ്ടത്തിലാണ് വിൽക്കുന്നതെന്നും കമ്പനികൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയൊരു സ്ഥിതി തുടരുകയാണെങ്കിൽ ഡീസലിന്റെ നഷ്ടം ലിറ്ററിന് 100 രൂപ വരെ ആകുമെന്നും കമ്പനികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ തങ്ങൾക്ക് കഴിയില്ല എന്നൊരു വിവരം കമ്പനികൾ അറിയുകയാണ്. എന്തായാലും ഈ ഒരു ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ ഇതുവരെയും അനുകൂലമായൊന്നും പ്രതികരിച്ചിട്ടില്ല. എന്തായാലും 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായ ഒരു സാഹചര്യത്തിൽ വില വർദ്ധിപ്പിക്കാൻ കേന്ദ്രം ഉടൻ തന്നെ അനുമതി നൽകുമെന്നൊക്കെ ഒരു സൂചന ലഭിക്കുന്നുണ്ട്. എന്തായാലും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിന്റെ വില 900 രൂപയോളം ഇന്നലെ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ പെട്രോളിന്റെ വിലയും കൂട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.